സോ ഹലോ ഫാമിലി, ദിസ് ഇസ് മല്ലു ത്രോട്ടൽ. സോ ഇതൊരു നോർമൽ മോട്ടോ വ്ളോഗിങ് അങ്ങനെയൊന്നുമല്ല. ഇതെൻ്റെ ഒരു POV ആണ്. എനിക്ക് ഒരു ബൈക്ക് ഓടിക്കുമ്പോൾ എന്ത് ഫീൽ ചെയ്യുന്നു എന്നൊരു സംഭവം പറയാൻ വേണ്ടി മാത്രമേ ഒരു വീഡിയോ ആണിത്. ആക്ച്വലി എനിക്ക് ഈ ബൈക്കിംഗ് എന്ന് പറയുന്നത് ആ ഒരു കോൺസെപ്റ്റ് തന്നെ എനിക്കിങ്ങനെ സ്പീഡ് അല്ലെങ്കിൽ ഒരു ഷോ കാണിക്കൽ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യങ്ങളല്ല. എനിക്ക് ബൈക്കിംഗ് എന്ന് പറഞ്ഞാൽ പ്യുവറായിട്ടുള്ള ഒരു തെറാപ്പിയാണ്. ബേസിക്കലി എനിക്ക് മനസ്സമാധാനം കിട്ടുന്നുണ്ടെങ്കിൽ ഭയങ്കര സിമ്പിളാണ്. ജസ്റ്റ് വണ്ടീൻ്റെ കീ എടുക്കുന്നു, വണ്ടി സ്റ്റാർട്ടാക്കുന്നു, ഹെൽമെറ്റ് ഇടുന്നു, കഴിഞ്ഞു. പിന്നെ ഞാനും എൻ്റെ തോട്ട്സും പിന്നെ വണ്ടീൻ്റെ സൗണ്ട് മാത്രമേ എൻ്റെ പിന്നെ ആ ഒരു കുറച്ച് ടൈം ഞാൻ അത്ര നേരം വണ്ടി ഓടിക്കുന്നു അത്രയും നേരം അത് മാത്രമേ ഉള്ളൂ. പിന്നെ ഇത് കഴിഞ്ഞെന്ന് വെച്ചാലും ഞാൻ ഭയങ്കര കാമായിരിക്കും. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരു കുറച്ച് കാമായിട്ടുള്ള പേഴ്സണായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന മെയിൻ റീസൺ തന്നെ വണ്ടിയാണ്. എനിക്ക് എൻ്റെ ബൈക്കിലാണ്ട് തീരെ പറ്റത്തില്ല. ഭയങ്കര അഡിക്ഷൻ പോലെ തന്നെയാണ് എനിക്ക് എൻ്റെ ബൈക്ക്. എവിടേക്കാണ് പോകുന്നതെന്നോ അല്ലെങ്കിൽ എന്താണെന്നോ ഒന്നും ഒരു മാറ്ററല്ല. ആൾക്കാരിങ്ങനെ ചോദിക്കും എവിടേക്കാണ് ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകണേ, വെറുതെ ഇങ്ങനെ പെട്രോൾ എത്തിക്കല്ലേ, എനിക്ക് എന്തായാലും കിട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നത്തിങ്. എനിക്ക് എന്താ പറയുക, ഡെസ്റ്റിനേഷനോ അതിൻ്റെ വേറെ ഒരു കാര്യങ്ങളല്ല എനിക്ക് മെയിൻ. എനിക്ക് ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മൈൻഡ്, ആ പീസ്, ആ ഒരു കുറച്ച് ടൈമുണ്ട്. പിന്നെ ആക്ച്വലി ഞാൻ എന്താ പറയുക, എൻ്റെ ഫാമിലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്, നീ എന്തിനാണ് ഈ വണ്ടി എടുത്ത് ഇങ്ങനെ കറങ്ങാൻ പോകുന്നത്, ഏതെങ്കിലും സ്ഥലത്തിൽ പോകുകയാണെങ്കിൽ ഓക്കെ. ഇത് അങ്ങനെയല്ല. ഞാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു റൈഡാണ്. എനിക്കിപ്പോൾ ഒരു പെട്ടെന്ന് എനിക്കൊരു ഈവനിങ് റൈഡ് പോകാൻ തോന്നി, ബൈക്ക് എടുത്തു, അങ്ങനെ വിടുന്നു, ഒരു 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 10-15 കിലോമീറ്റർ പോകുന്നു, തിരിച്ചു വരുന്നു. അതിൻ്റെ കണ്ണിൽ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് പെട്രോൾ എത്തിക്കുകയാണ്, വേറെ ഒന്നും ഞാൻ ചെയ്യുന്നില്ല. പക്ഷേ അതിൽ നിന്ന് എനിക്ക് എന്ത് കിട്ടണോ എന്നുള്ള സാധനം, ആ ഒരു പോയിന്റ് അവർക്ക് മനസ്സിലാവുന്നില്ലായിരിക്കാം. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാറുണ്ട്, പക്ഷെ എന്നാലും അവർക്ക് ആ രീതിയപ്പ് കാരണമാണോ എങ്ങനെയാണെന്ന് അറിയില്ല, അവർക്ക് മനസ്സിലാവാറില്ല. ഇതിനൊരു നമുക്ക് ഒരു ഹാബിറ്റായിട്ട് കൂട്ടാം, അല്ലെങ്കിൽ എനിക്ക് ഒരു അഡിക്ഷനായിട്ട് തന്നെ കൂട്ടാം. എന്തായാലും എൻ്റെ ബോഡിക്കോ അല്ലെങ്കിൽ എൻ്റെ മെൻ്റൽ ഹെൽത്തിനോ വേറെ ഒരു രീതിക്കുള്ള ഒരു കേടുപാട് വരുത്താത്തൊരു ഹാബിറ്റായിട്ട് കാണാനാണ് എനിക്കിഷ്ടം. ആൾക്കാർക്ക് തോന്നാം ഭയങ്കര ഡേഞ്ചർ അല്ലേ ബൈക്കല്ലേ, എന്ത് ആക്സിഡൻറ്റ് സംഭവിക്കാം, അങ്ങനെ വരാനുള്ളത് വഴി തങ്ങില്ല, അതെങ്ങനെയാണെങ്കിലും വരും, കറങ്ങി തിരിഞ്ഞ് നമ്മുടെ കയ്യിലെത്തും. അറ്റ്ലീസ്റ്റ് ഞാൻ മെജോറിറ്റി ആൾക്കാരിനെ പോലെ കള്ളു കുടിച്ച് അല്ലെങ്കിൽ സിഗരറ്റ് വലിച്ച് എൻ്റെ പൈസയോ അല്ലെങ്കിൽ എൻ്റെ ഹെൽത്തോ അവിടെ കൊണ്ട് ഞാൻ കളയുന്നില്ല. എനിക്ക് ജസ്റ്റ് ആ പോയിന്റ് എനിക്ക് ഒന്ന് കാമാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സംഭവം മാത്രമല്ല ബൈക്ക് എന്ന് വെച്ചാൽ. ഞാൻ കുട്ടിക്കാലം തൊട്ടിട്ട് എനിക്ക് വണ്ടികൾ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാ ആൺകുട്ടികളും മിക്ക ആൺകുട്ടികൾക്കും ഈ വണ്ടി പ്രാന്ത് പറയുന്ന സംഭവം പെട്ടെന്ന് പൊട്ടിമുളിക്കുന്ന സംഭവമല്ല. ചെറുപ്പം തൊട്ടിട്ടേ നമുക്ക് ഇത് തുടങ്ങും. ഇപ്പോൾ എനിക്കൊരു JCB കണ്ട, ട്രക്ക് കണ്ട, അല്ലെങ്കിൽ എനിക്ക് അതിനെ വേണം, എനിക്ക് ആ ടോയ് ആയിട്ട് ആ സാധനം വേണം എന്ന് ഞാൻ വാശി പിടിച്ച് കയറാൻ. എനിക്ക് ലിറ്ററലി ഒരു ചാക്ക് കണക്കിന് എനിക്ക് ടോയ്സ് ഉണ്ടായിരുന്നു. എല്ലാ ആമ്പിള്ളേരും വീട്ടിലുണ്ടാവും, എനിക്കറിയാം. സോ ഈ ബൈക്കിംഗ് എന്ന് പറഞ്ഞൊരു ഇമോഷൻ എന്ന് വെച്ചാൽ ഭയങ്കര ഒരു പ്യുവറായിട്ടുള്ള സംഭവമാണ്. അത് എത്രത്തോളം ആൾക്കാർക്ക് അത് അറിയുന്നതെന്ന് അറിയില്ല. പക്ഷേ ഇപ്പോഴത്തെ കമ്മ്യൂണിറ്റിയൊക്കെ മൊത്തത്തിൽ മാറുന്നുണ്ട്. ഞാൻ എന്താ പറയുക, ഒരു +2 ആ ടൈമിൽ കാണുന്ന സമയത്ത് ബൈക്കിംഗ് കമ്മ്യൂണിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ രീതിക്കായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ എക്സാമ്പിൾ എന്താ, ഇൻസ്റ്റാഗ്രാം ഉണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയാണ് GT വേഴ്സസ് 390, അത് പ്ലാസ്റ്റിക് മെറ്റൽ, അത് ഇത് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കോൺട്രവേഴ്സീസ് അല്ല, ഒരു ഡിബേറ്റ് ടൈപ്പ് സംഭവങ്ങളാണ് മെയിനായിട്ട് നടക്കുന്നത്. ഇതല്ല ബൈക്കിംഗ് കമ്മ്യൂണിറ്റി, ഇതല്ല സംഭവം. നമ്മൾ ഒരു ട്രാവൽ ചെയ്യുക, നമ്മുടെ ആ ബൈക്കിങ്ങിൻ്റെ എല്ലാത്തിൻ്റെയും എല്ലാ ബൈക്കിനും അതിൻ്റേതായ പേർപ്പസസ് ഉണ്ട്, എല്ലാ ബൈക്കിനും അതിൻ്റേതായ അഡ്വാൻറ്റേജസ് ഉണ്ട്, ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്, ഓരോ പ്രോപ്പറായിട്ടുള്ള ഓരോരോ പേർപ്പസസ് ഉണ്ട്. നമ്മൾ അതിനെ മനസ്സിലാക്കി, ആ ബൈക്കിനെ മനസ്സിലാക്കി, ആ ബൈക്കിന് ഇഷ്ടപ്പെട്ട് നമ്മൾ കണ്ടു നടക്കണം. അല്ലെങ്കിൽ ആ ബൈക്ക് CC കമ്മിയാണ്, ഈ ബൈക്കിന് എന്താ പറയുക മെയിൻ്റെനൻസ് കൂടുതൽ, അങ്ങനെയല്ല. എല്ലാത്തിനും അതിൻ്റേതായ കാര്യങ്ങളുണ്ട്. അതൊക്കെ ഇഷ്ടപ്പെട്ട് നടത്തുന്ന ഓരോ ആൾക്കാരുണ്ട്. ഇപ്പോൾ നമ്മളുടെ അറിയാൻ തന്നെ എത്ര പേരുണ്ട് വിൻറ്റേജ് ബൈക്കുകൾ. E20 അറിയാലോ, പണി ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. പക്ഷെ എന്നാലും അതൊക്കെ ക്ലീനാക്കി അതൊക്കെ നമ്മൾ റിപ്പയർ ചെയ്ത് കൊണ്ട് നടക്കണം ഇഷ്ടം പോലെ ചെക്കന്മാരുണ്ട്. അവരൊക്കെ അവർ ആ സംഭവം ചെയ്യുന്നത്, അവർക്ക് വേണമെങ്കിൽ ആ പൈസ കൊണ്ട്, ആ റിപ്പയർ ചെയ്യുന്ന പൈസ കൊണ്ട് അവർക്ക് വേണമെങ്കിൽ 2-3 വേറെ ബൈക്ക് വാങ്ങിക്കാം. പക്ഷെ അങ്ങനെയല്ല. നമ്മളതിനെ വൃത്തിയാക്കി ക്ലീനാക്കി അതിനെ മൊത്തം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് നടക്കുന്നത് നമ്മുടെ ആ ഒരു പാഷൻ്റെ പുറത്താണ്, നമ്മുടെ ആ ഒരു മൈൻഡ് സെറ്റിൻ്റെ പുറത്താണ്. നമ്മൾ വണ്ടി പ്രാന്ത് എന്നൊരു സാധനം നമ്മുടെ ഉള്ളിൽ കയറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മരിക്കുന്ന വരെ ആ സംഭവം അവിടെ കിടന്നോളും. എന്നെ സംബന്ധിച്ചിടത്തോളം ബൈക്കിംഗ് എന്ന് പറഞ്ഞ കാര്യം എനിക്കിപ്പോൾ എത്ര വയസ്സായാലും എന്നെക്കൊണ്ട് എന്താ പറയുക, ആ ബൈക്കിനെ ആ ഹാൻഡിലാക്കാൻ വരയ്ക്കും ഞാൻ ആ ബൈക്ക് ഓട്ടിച്ചിരിക്കും. അതങ്ങനെയാണ്, നമ്മുടെ മൈൻഡ് സെറ്റ് അങ്ങനെയാണ്. ഇത് എല്ലാവർക്കും പറയുന്നത് മനസ്സിലാവണമെന്നില്ല. ചിലർക്ക് ബൈക്ക് പറഞ്ഞ സംഭവമേ ഇഷ്ടമല്ല. ബട്ട് ഫോർ മീ ബൈക്ക് ഈസ് എവറിത്തിങ്. എനിക്ക് ഏത് ബൈക്ക് കിട്ടിയാലും ഞാൻ എൻജോയ് ചെയ്ത് ഓട്ടിക്കാറുണ്ട്. ബട്ട് എൻ്റെ ബൈക്ക് ഇപ്പോൾ അറിയാലോ, റീബോൺ ആണ്.
എനിക്ക് ഈ ബൈക്കിനോട് ഭയങ്കര പ്രത്യേക അറ്റാച്ച്മെൻ്റ് ആണ്. എനിക്ക് എങ്ങനെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കാറില്ല. എല്ലാവർക്കും അവരുടെ ലൈഫിൽ ഒരു ബൈക്ക് വരും. ഞാൻ ഇതിനു മുമ്പ് ഓടിച്ചുകൊണ്ടിരുന്ന ഒരു 99 മോഡൽ സ്പ്ലെൻഡറാണ്. അതിന്ന് കിട്ടിയ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞത് വേറെ എക്സ്പീരിയൻസ് ആണ്. ഇതിന് കിട്ടിയ എക്സ്പീരിയൻസ് പറഞ്ഞാൽ ഭയങ്കര എന്താ പറയുക, ചേഞ്ചാണ്. രണ്ടും വേറെ രീതിക്കുള്ള എക്സ്പീരിയൻസ് ആണ്. രണ്ടും എൻ്റെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട 2 ബൈക്സാണിത്. ഇനിയും കുറേ ഡ്രീം ബൈക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ബൈക്കിങ്ങിനെ ഒരിക്കലും CC വെച്ചിട്ടോ അല്ലെങ്കിൽ ആ വണ്ടിൻ്റെ എക്സ്പെൻസ് നോക്കിയിട്ടോ നമ്മൾ ബൈക്കിങ്ങിനെ നമ്മൾ നോക്കി കാണാൻ പാടില്ല. ആ റൈഡർ ആ വണ്ടിനെ എൻജോയ് ചെയ്യുന്നുണ്ടോ എന്ന് മാത്രമേ നമ്മൾ നോക്കിയാൽ മതി. നമുക്ക് ആ വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷനോ അല്ലെങ്കിൽ ഒരു തൃപ്തി വരുന്ന സംഭവമുണ്ട്. ആ സാധനം കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മതി. നമുക്ക് നമ്മുടെ കാര്യം നോക്കിയാൽ മതി. അല്ലേ ഇപ്പോൾ ആൾക്കാർ പറയണ എനിക്ക് കുറച്ചും കൂടി മൈലേജുള്ള വണ്ടി വാങ്ങിച്ചൂടെ, എനിക്ക് കുറച്ചും കൂടി റേറ്റ് ആ CC കൂടിയ വണ്ടി വാങ്ങിച്ചൂടെ. അതല്ല മാറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ഹാപ്പിയാണോ അത്ര മാത്രം നോക്കിയാൽ മതി. വേറെ ഒരു കാര്യത്തിനും അവിടെ പ്രസക്തിയില്ല. എൻ്റെ അടുത്ത് തന്നെ കുറേ ആൾക്കാർ പറയാറുണ്ട്, ഇത് സ്പീഡ് പോകത്തില്ലല്ലോ, ഇത് അറിയാലോ ക്ലാസിക്കിനും ഈ വണ്ടി ലോങ് സ്ട്രോക്ക് വണ്ടി പറഞ്ഞൊക്കെ ആൾക്കാർ പറയുന്ന ഒരു മെയിൻ സംഭവം, ഇത് കയറത്തില്ലല്ലോ. എന്തിനാ കയറേണ്ട ആവശ്യം അവിടെ ഇല്ല. എനിക്ക് ഈ വണ്ടിയിൽ നിന്ന് പേർപ്പസ് എനിക്കത് ഫുൾഫിൽ ചെയ്യുന്നുണ്ട്. എനിക്ക് ആ 110% ആ സംഭവം സാറ്റിസ്ഫൈഡ് ആണ്. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ ആ വണ്ടി അതിന് ഉണ്ടാക്കിയ വണ്ടിയല്ല. ക്ലാസിക് എന്ന ഒരു സംഭവമേ ഇങ്ങനെ സ്പീഡിങ്ങിനോ അല്ലെങ്കിൽ അതിന് വേണ്ടി ഉണ്ടാക്കിയ വണ്ടിയല്ല. അതിൻ്റെ പേർപ്പസ് വേറെയാണ്. സോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ സാറ്റിസ്ഫൈ ആണോ, നമ്മൾ ഒരു റൈഡ് പോകുമ്പോൾ നമുക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നു, നമ്മളുടെ ഡെയിലി യൂസിന് അത് കമ്പാറ്റബിൾ ആണോ, ദൂരയാത്ര കമ്പാറ്റബിൾ ആണെന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി. വേറെ ആരുടെയും കാര്യം നമ്മൾ നോക്കേണ്ട കാര്യമില്ല. സോ നെക്സ്റ്റ് ടൈം നിങ്ങളൊരു ബൈക്കറിനെ കാണുമ്പോൾ അവർ ആ സ്പീഡിനോ അല്ലെങ്കിൽ ആ അഡ്രിനലിൻ മാത്രമല്ല അതിൻ്റെ ബാക്കിലുള്ളത്. അതിൻ്റെ ബാക്കിൽ സമാധാനമുണ്ട്, ഫ്രീഡം ഉണ്ട്, പാഷൻ ഉണ്ട്, എല്ലാം അതിൻ്റെ ബാക്കിലുണ്ട്. സോ ആരുടെയും നമ്മൾ അങ്ങനെ ആ സ്പീഡിന് വേണ്ടി മാത്രം ഓട്ടിക്കുന്ന ഒരു ആളായിട്ട് കാണരുത്. സോ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇനിയും കുറേ വീഡിയോസും ഇങ്ങനെ കുറേ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും ബൈക്കിനെ പറ്റിയിട്ടും മോട്ടോ വ്ളോഗിങ്ങും എല്ലാം ആയിട്ട് ഇനിയും കാണാം. സോ ടിൽ ദെൻ ബൈ ബൈ. ദിസ് ഈസ് മല്ലു ഓൺ ത്രോട്ടിൽ. റൈഡ് സേഫ്, റൈഡ് ബൈ ഹാർട്ട്. സോ ബൈ ബൈ.